ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രവാണി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ചക്രവാണി, എന്താണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ ബി ജെ പി? നേരത്തെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് നമുക്കറിയാം, കെട്ടുകൾ ഓരോ ഓഫീസിലും ഉണ്ടെന്ന് ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തുന്നത് മുൻ അധ്യക്ഷനെക്കുറിച്ച്. ഇപ്പോഴും അത് തുടരുകയാണ്. കോടികൾ കണക്കിന് രൂപയുള്ള ബാഗുമായി ഒരു ഒരു വളരെ അവരുടെ വിദ്യാർത്ഥി തലത്തിലുള്ള ഒരു നേതാവ് സെൽഫി എടുത്തിടുകയാണ്. എ ബി വി പി നേതാവ്. എന്തൊക്കെയാണ് ബി ജെ പിയിൽ നടക്കുന്നത്? ഇവിടെ ഒരു ഇ ഡിയും ഇല്ലേ ഇപ്പോൾ? അല്ല, ഇതിനൊന്നും ഇ ഡി വരില്ല. കാരണം ഇ ഡി മുഖം തിരിച്ചിരിക്കുകയാണ്. കാരണം ഒരു സൈഡ് ഇ ഡി കാണില്ല. ഇനി അടുത്തൊരു കാര്യം, ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ഈ എ ബി വി പി നേതാവ് ഏറ്റവും സെൽഫി എടുത്തിട്ട് ഇപ്പോഴല്ല, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം ഇത്തരത്തിലൊരു സെൽഫി എടുത്തിടുകയും ഒരു റീല് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ നേതൃത്വം അദ്ദേഹത്തെ വിളിച്ച് വിലക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൽഫിയും റീലും ഇടരുത് എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നോട്ടെ, കാരണം അതൊക്കെ ഇവര് തന്നെ ചുമതലപ്പെടുത്തിയതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 12 കോടി കട്ടു എന്ന ആരോപണമുള്ള ഒരു വനിതാ സംസ്ഥാന സെക്രട്ടറി, ആ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അഞ്ജന. അപ്പൊ ആ അഞ്ജനയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഇതേ സിദ്ധാർത്ഥാണ്. അപ്പൊ അത്തരം ആളുകൾക്കാണ് ഈ പണം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നേതാക്കന്മാര് അവരുടെ ബാധ്യതകളൊക്കെ അടച്ചു തീർത്തു എന്നറിയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു നേതാവ് 17 ലക്ഷം രൂപയുടെ ബാധ്യത അടച്ചു തീർത്തു, 15 ലക്ഷം രൂപയുടെ കാർ എടുത്തു. വേറൊരാള് 40 ലക്ഷം രൂപയുടെ വീടിന്റെ ലോൺ അടച്ചു തീർത്തു. മറ്റൊരാള് നമ്മൾ അറിയുന്നത് കറക്റ്റ് ആണെങ്കിൽ 54 ലക്ഷം രൂപയുടെ ലോണുകൾ, അദ്ദേഹത്തിന് വിവിധ ലോണുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും തടസ്സങ്ങളൊക്കെ അടച്ചു തീർത്തു. എന്ന് പറഞ്ഞാൽ അയോധ്യയില് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ച കൊള്ളമുതൽ കൊണ്ടിട്ട് മറ്റേ ഗേൾഫ്രണ്ടിന് ഐഫോണും അതുപോലെ തന്നെ 2.5 ലക്ഷം രൂപയും കൊടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പറയുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഇവർ ഇതുപോലെ തന്നെ അടിച്ചു മാറ്റുന്നു. ഇനി ഇപ്പൊ ഇത് വന്നേക്കുന്നത് 12 കോടി രൂപയുടേതാണെങ്കിൽ അജിംഷാദ് അറിയേണ്ടത്, ഇപ്പൊ എഴുതി വെച്ചോ, 12 കോടിയല്ല, ഇതൊരു 50 കോടിക്ക് മുകളിലേക്ക് പോകുന്ന വലിയ തട്ടിപ്പായി ഇത് മാറാൻ പോവുകയാണ്. കാരണം ഇതിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ സുരക്ഷിതരായിട്ടുള്ള ഇവരെയൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ, അവിടെ ഏറ്റവും വലിയ പ്രബലനായിട്ടുള്ള നേതാവ് തന്നെ ഇതിന്റെ വലിയ സിംഹഭാവവും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പറഞ്ഞ കൊടിയുടെ കാര്യം എന്താണെന്നറിയോ? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ തിരിച്ച് ചിന്തിപ്പിച്ചത്. ആ കൊടിയുടെയും ചിഹ്നത്തിന്റെയും കാര്യത്തില് ഈ കൊടി ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് കൊടുത്തതാണ്. പക്ഷെ അതിന് കമ്മിറ്റികളിൽ നിന്ന് ഇവർ പണപ്പിരിവ് നടത്തി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ നമ്മള് മേഖലാ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോക്കൽ കമ്മിറ്റിക്കോ അതുപോലെയുള്ള കമ്മിറ്റികൾക്കോ ഇത് കൊടുക്കുന്നെങ്കിൽ ഈ ഒരു കൊടിക്ക് ഇത്ര രൂപ വീതം വേണമെന്ന് വെച്ച് ഈ പണപ്പിരിവ് നടത്തി. ഈ പണപ്പിരിവ് നടത്തിയതൊന്നും ഒരു കാരണവശാലും അവിടുത്തെ ഒരു വനിതാ സെക്രട്ടറി, അതും ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള, ഇപ്പൊ പൊടുന്നതിന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വനിതാ സെക്രട്ടറി ഒന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് നടത്തിയിട്ടുള്ളത് അവിടുത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. അദ്ദേഹമൊക്കെ എനിക്ക് വലിയ പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം വലിയ സമ്പന്നനായി തീർന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അതായത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പണം അടിച്ചു മാറ്റി. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ബി ജെ പിക്കാരും വലിയ വിഷമമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മേഗ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൽ നിന്നും അതുപോലെ സാന്റിയാഗോ വാട്ടിന്റെ കമ്പനിയിൽ നിന്നും ഒക്കെ കിട്ടിയ പണമാണ്. എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത് പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പറ്റിച്ച് അവരുടെ ഇ ഡിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT ഡിപ്പാർട്ട്മെന്റ് റെയ്ഡും ഒക്കെ കാണിച്ച് അവരുടെ ഇത് മേടിച്ചെടുത്ത പണത്തിന്റെ ഒരു ഭാഗം ഇവരെന്തായാലും അറിഞ്ഞു കൊടുക്കില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എടുത്ത് എന്ത് ചെയ്തോളാം, ഒരു നമ്മൾ സന്തോഷിച്ചോളാം എന്നുള്ളത് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. പിന്നെ ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാലോ, ഈ BJPയുടെ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി ആളുകൾ കിടന്ന് ഇടികൂടുന്നത് എന്തിനാണ്? ഒരൊറ്റ കാര്യത്തിനാണ്. കാരണം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ ഏതാണ്ട് 1 കോടി രൂപ മിച്ചം പിടിക്കാൻ പറ്റും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പിന് പോലും ആളുകൾ മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പൊ ഇത് കുറച്ചുകൂടി ഗംഭീരമായിട്ട് നടത്തിയിരിക്കുന്നു. അപ്പൊ അതിൽ 12 കോടി മുതൽ ഇനിയിപ്പോ അത് കൂടാൻ പോവുകയാണ്, ഒരു 50 കോടി. ഇപ്പൊ AMMയിൽ താങ്കൾ പറഞ്ഞ പോലെ കൊടുത്തേക്കുന്ന കേസ് ഇതിനകത്ത് വന്നിട്ടില്ല. ഞാൻ എന്നെ പലവട്ടം ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ഒരു ചാനലിലാണ് പത്മജ മേനോൻ ചെന്ന അത്തരത്തിലുള്ള ഇന്റർവ്യൂ കൊടുത്തത്. 15 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചു നോക്കാം. ആ 15 കോടി രൂപ അദാനിയുടെ വരുന്നു എന്ന് മാത്രമല്ല, 2 കോടി രൂപ ഇവർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. ആ 2 കോടി രൂപ കൊടുത്തതിന് ശേഷം ഈ ഓരോ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള പണം, ആ റിപ്പോർട്ടർ പറഞ്ഞത് കറക്റ്റാണ്, അവരുടെ കൈകളിലേക്ക് പലർക്കും എത്തിയിട്ടില്ല. കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. പകരം ഇടനിലക്കാര് വൻ സമ്പന്നരാകുകയും കോടികൾ അടിച്ചുമാറ്റുകയും ചെയ്തു. ഈ കോടികൾ അടിച്ചുമാറ്റിയത് ആരാന്നറിയോ? BJPക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഇനി ഇതിലൊന്നും അത്ഭുതമില്ലെന്ന് പറയാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇല്ലീഗലായി കൊണ്ടുവരുന്ന പണം ഇടക്ക് വെച്ച്
ഒറ്റിക്കൊടുത്ത് മറ്റുള്ള ആളുകളെ കൊണ്ട് ആ കാർ ഇടിപ്പിച്ച് അത് കൊള്ളയടിക്കാൻ ശ്രമിച്ച കൊരട്ടിയിലെ സംഭവം നമുക്ക് ഓർമ്മയില്ലേ? അതെ, അതെ, അപ്പൊ അതൊന്നും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളുകൾ, ഈ ഓഫീസിനകത്ത് നിന്ന് തന്നെ പറയാൻ തയ്യാറുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഇത് ചെയ്തു എന്നുള്ളതിൽ നമ്മളിപ്പോ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട ആവശ്യം. അപ്പോൾ ഓരോ ഇലക്ഷനും ഇവർക്ക് കടം തീർക്കാനുള്ള വലിയ സാധ്യതയാണ് ബി ജെ പി നേതാക്കന്മാർക്ക്. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇത്ര പണം ഒഴുക്കുന്നെങ്കിൽ രാജ്യത്ത് എന്തോരം പണമായിരിക്കും ഇവർ അഴിമതികളിലൂടെ സമ്പാദിച്ചത് പുറത്തുവിടുന്നത്, അല്ലേ? അത് വലിയ റിപ്പോർട്ടുകളുണ്ട്, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന റിപ്പോർട്ടുകളുണ്ട്.